ഞങ്ങളെല്ലാവരും കൂടെ കോക്കോട്ടമ്മായിൻ്റെ കുടിയിരിക്കലിന് പോവാണ് കേട്ടോ. ഈ കോക്കോട്ടമ്മായി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളാണ്. കുടിയിരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? കുടിയിരിക്കൽ, വീട് താമസം, കുറ്റൂസ എന്നൊക്കെ പറയും. പുതിയ വീടും പുതിയ സ്ഥലമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും വഴി അറിയില്ല കേട്ടോ. ചെറിയൊരു കൺഫ്യൂഷൻ അടിച്ചപ്പോൾ പിന്നെ പ്രണവിനെ വിളിച്ച്. ഇവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. കോക്കോട്ടമ്മായിൻ്റെ കുടിയിരിക്കൽ മിസ്സാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ എത്തിയതാണ്. ഡേ, ഇവളെൻ്റെ ചേച്ചിയാട്ടോ, മഞ്ചേച്ചി. ഞങ്ങൾ വരുന്നത് വേറെ സ്ഥലത്തു നിന്നാണെങ്കിലും എത്തിയത് ഒരുമിച്ചാണ്. ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ വഴിയിൽ വന്ന് കാത്തിക്കുണ്ടായിരുന്നേ. ഇന്നലെ എത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ രാവിലെ നേരത്തെ പോകുന്നതാണ് കേട്ടോ. ഇതും എൻ്റെ ഒരു അമ്മായിയാണേ, പുഷ്പമ്മായി, മഞ്ചേച്ചീൻ്റെ അമ്മ. ഇതാണ് നമ്മുടെ കോക്കോട്ടമ്മ. എല്ലാവരും ഇന്നലെ എത്തിയെന്നും പറഞ്ഞിട്ട് താഴെ ഒറ്റ ഒന്നിനും കാണുന്നില്ല. എല്ലാവരും ബ്രൂട്ടീഷൻ ചെയ്യുന്ന തിരക്കില്ല. നമ്മൾ എത്തിയ കാര്യമൊന്നും അറിയിക്കണല്ലോ. ഇവർ മൂന്നാളും സെറ്റായി ചുരിദാറിട്ടാന്നാ തോന്നുന്നത്. മിന്നും അഞ്ചും പിന്നെ അങ്ങനെ വരും. ഇന്നലെ മുടി വെട്ടി കൊളായിട്ടോ, അതിന്റെ സങ്കടത്തിലാണ് ആള്. ഇതെന്റെ മേമയാണ്. ഇവർക്കൊക്കെ മുന്നിൽ വരെ എന്ത് മടിയാന്ന് അറിയാം. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് പൊടിക്ക് പൊട്ടോ പുരികോ ഒന്നും വരയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ചിറ്റങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ പണ്ടേ വലിയ ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് ലിപ്സ്റ്റിക്കിടെ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരിക. ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ മാത്രം കേട്ടോ. ഇവരെ പിന്നെ പറയണ്ടല്ലോ. ഒട്ടൽ ഒട്ടൽ ഒട്ടൽ. ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ചാടിയതാണ്. രണ്ടിൻ്റെയും സ്ഥിരം പോസ് തന്നെ. കിച്ചു അനോഗി നല്ല കളിയില്ല. അവൻ്റെ ഇപ്പോൾ ഓടി കളിക്കാൻ ഒരാളെ കിട്ടിയതുകൊണ്ട് നല്ല ഹാപ്പി ആയിരുന്നു. ഈ ഗ്രീൻ ഷർട്ട് ഇട്ടതാട്ടോ ഞങ്ങളുടെ കുഞ്ഞേട്ടൻ. ഇത് ഊട്ടിയേച്ചി. നമ്മളെ പേര് വെറൈറ്റി അല്ലേ. കിച്ചുവിന് അടുത്ത ആളെ കിട്ടിയിട്ടേ. ഇവർ രണ്ടാളും ഭയങ്കര സെറ്റാ. നല്ല അടിപൊളി ബിരിയാണി, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഞങ്ങളൊക്കെ നേരത്തെ ഫുഡ് വെച്ചതാട്ടോ. അപ്പം നല്ല തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കിച്ചുവിന് വീണ്ടും വിഷമമെന്ന് പറഞ്ഞപ്പോൾ വന്നതാ. പ്രണവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു മെയിൻ പരിപാടിയുണ്ട്, തള്ളൽ. ഞങ്ങള് KFC പോയി, പിന്നെ വിശപ്പില്ലാണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. അവിടുന്നാണ് കഴിക്കേണ്ടത്. ബർഗറൊക്കെ അതിലേക്ക് ഞാൻ വിചാരിച്ചു ഇവള് ബർഗർ വാങ്ങിട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ നിന്നായി. കേൾക്കാൻ നല്ല സുഖം. നമുക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് കൊള്ളാം. എൻ്റെ ഈ മക്കളുണ്ടല്ലോ, ഇവർ ഞങ്ങളുടെ റിലേറ്റീവ്സ് ആട്ടോ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും. എന്തായാലും എനിക്ക് സന്തോഷമായി. പരിപാടിയെല്ലാം ഒരുവിധം അങ്ങോട്ട് തീർന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഒരു റൂമും കയ്യേറി ഇരുന്നും കിടന്നും ഒക്കെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഫോൺ എടുത്തപ്പോഴേ അമ്മ തലയിൽ മുണ്ടിട്ട് ഭയങ്കര നാളമാണ്. ഇതിലൊന്നും പെടാത്ത കുറച്ച് പേരും കൂടെ ഉണ്ട് കേട്ടോ. അവരുടെ ഫോട്ടോഷൂട്ട് ഇതുവരെ കഴിഞ്ഞില്ല. അങ്ങനെ പറഞ്ഞ് കോഴിക്കോട്ടമ്മേൻ്റെ കുടിയിരിക്കൽ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഹാപ്പി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, ടാറ്റാ.